യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, സ്വർഗരാജ്യത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവേ, യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ വഴിയിൽ, വിശുദ്ധിയുടെ വഴിയിൽ, യഥാർത്ഥമായ ആധ്യാത്മികതയുടെ ആഴങ്ങളിൽ ആത്മാവേ ഞങ്ങളെ നടത്തണമേ, ഞങ്ങളെ നയിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആ വ്യക്തി ദൈവവുമായിട്ട് എത്രമാത്രം ആഴമായ ഒരു ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ കൃപകളും വരദാനങ്ങളൊക്കെ നിറഞ്ഞ് ശക്തരായിട്ടുള്ള അനേകര് തകർന്നു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പലരും ആത്മീയ ജീവിതത്തിൽ തകർന്ന് പോയത്? നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥമായ ആധ്യാത്മികത എന്ന് പറയുന്നത് അത് വിശുദ്ധ ബൈബിളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഏലിയായുടെയും എലീഷായുടെയും മോശയുടെയും സ്നാപകയോഹന്നാന്റെയും ഒക്കെ ആധ്യാത്മികത, അനേകം വിശുദ്ധാത്മാക്കളുടെ ആധ്യാത്മികത. നമുക്കൊരു പുതിയ ആധ്യാത്മികത യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ കടന്നുപോയ വഴികൾ, അവർ നയിച്ച ആധ്യാത്മിക ജീവിതം എന്താണോ അത് മനസ്സിലാക്കി ആ വഴിയിലൂടെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ നയിക്കപ്പെട്ടാൽ മാത്രം മതി. ഏലിയ പ്രവാചകൻ ഹൊറേബ് മലയില് ഗുഹയ്ക്കുള്ളില് ഇരിക്കുമ്പോൾ ഒരു ദൈവസ്വരം കേൾക്കുന്നു, ഏലിയ ഏലിയ നീ ഇവിടെ എന്തെടുക്കുന്നു? പ്രവാചകൻ പറയുന്ന വാക്കുകളിതാ,
അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ്. എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ് അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണത. അല്ല, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു തീഷ്ണത ഉണ്ടാവണം. ആ തീഷ്ണത ഉള്ളവർക്ക് മാത്രമേ ആത്മാവിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ വളർന്നു വരണമെങ്കിൽ ഈ ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും ജഡിക താല്പര്യങ്ങളെയും മാംസത്തിൻ്റെ ഇച്ഛകളെയും കണ്ണുകളുടെ ആസക്തിയും ഒക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് വേണം മുൻപോട്ട് പോകുവാൻ. ഒരു താപസന്റെ ജീവിത ശൈലിയിലൂടെ ഈ നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് കടന്നു പോകാൻ പറ്റണം. അതൊരു പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യം ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ സാധിക്കും, ആത്മാവ് ശക്തി തന്നാൽ. സയൻസ് ഏറെ വളർന്നു, ശാസ്ത്രം വളർന്നു, മീഡിയ വളർന്നു, എല്ലാം വളർന്നു. എല്ലാം നമ്മുടെ കൺമുമ്പിലും നമ്മുടെ വിരൽത്തുമ്പിലുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏകാന്തതയിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് ദൈവം നയിക്കുന്ന വഴിയിലൂടെ പോവുക. വിശുദ്ധ ബൈബിളിലെ ശക്തനായ പ്രവാചകന സ്നാപക യോഹന്നാൻ. മത്തായിയുടെ സുവിശേഷത്തില് 3-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങൾ. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറൂസലേമിലും യൂദയ മുഴുവനിലും ജോർദാന പരിസരങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവരിൽ നിന്ന് സ്നാനമേറ്റു. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ട് വസ്ത്രം ധരിച്ചിരുന്നു. കാട്ടുതേനും കാട്ടുകിഴങ്ങുമൊക്കെ ഭക്ഷിച്ച് മരുഭൂമിയിലാണ് വസിച്ചത്. എത്രമാത്രം ലോകത്തിൽ നിന്ന്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കാമോ അത്രമാത്രം അകന്നു നിൽക്കുന്ന ഒരു ശൈലിയാണ് സ്നാപക യോഹന്നാനിൽ നമ്മൾ കാണുന്നത്. മഹാവിശുദ്ധനായ വിശുദ്ധ ബെനഡിക്റ്റ് അദ്ദേഹം വർഷങ്ങളോളം ഒരു ഗുഹയ്ക്കുള്ളിരുന്ന് തപസ്സു ചെയ്ത് ജീവിച്ചു എന്നാ ചരിത്രം പറയുന്നത്. അനേകം വിശുദ്ധാത്മാക്കൾ വിശുദ്ധിയുടെ ചവിട്ടുപടി ഉയരങ്ങളിൽ ചവിട്ടിക്കയറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും ജഡത്തിൻ്റെ മോഹങ്ങളും ജഡസുഖങ്ങളുമൊക്കെ വിട്ട് ജീവിച്ചവരായതുകൊണ്ടാണ് അവർക്ക് ആത്മീയതയുടെ ഉയരങ്ങളിൽ എത്തുവാൻ സാധിച്ചത്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ലോകം തരുന്ന എല്ലാ സുഖങ്ങളും വേണ്ടുവോളം ആസ്വദിച്ചിട്ട് അത് സ്വന്തമാക്കി അനുഭവിച്ചിട്ട് ആധ്യാത്മികതയുടെ ഉയരങ്ങൾ കീഴടക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ അവർക്ക് അടിമുടി തെറ്റുപറ്റിയിരിക്കുക. യഥാർത്ഥമായ ആധ്യാത്മികത പ്രവാചകന്മാരിലാ നമ്മൾ കാണുന്നത്. വിശുദ്ധാത്മാക്കളിലാ നമ്മൾ യഥാർത്ഥമായ ആധ്യാത്മികത കാണുന്നത്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വലിയ ഒരു പൊളിച്ചെടുത്ത് ആവശ്യമുണ്ട്. അത് ദൈവം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ അനേകര് പാപത്തിലേക്ക് വീണുപോയി. ദൈവത്തിൻ്റെ പ്രവാചകന്മാര് അടിതെറ്റി വീണു. എന്താണ് കാരണം? കാരണം കൺമുമ്പിൽ അനുഭവിക്കാനുള്ള എല്ലാ സുഖങ്ങളുമുണ്ട്. നമ്മുടെ കയ്യെത്തും ദൂരത്ത്
പാപത്തിൻ്റെ എല്ലാ സാധ്യതകളും നമ്മുടെ മുൻപിലുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം, കാണുവാൻ ടെലിവിഷൻ, വാട്സാപ്പ്, മൊബൈല്, ലോകത്തിൻ്റെതെല്ലാം. ഇതിൻ്റെ നടുക്ക് നമ്മൾ ജീവിക്കുമ്പോൾ അല്പം പ്രയാസമാണ് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ. അവിടെ എത്രമാത്രം ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു, അതനുസരിച്ച് ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആഴപ്പെടുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ വായിക്കുന്ന ദിനപത്രങ്ങൾ, ആ ദിനപത്രങ്ങളിലെ വാർത്തകൾ നമ്മളെ ഒരിക്കലും ആധ്യാത്മികമായിട്ട് വളർത്തുന്നതല്ല. നമ്മൾ വായിക്കുന്ന മാസികകൾ, അതൊന്നും നമ്മളെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്നവ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ഏറെ വായിച്ചും മനസ്സിലാക്കിയിട്ടും വലിയ നേട്ടങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിവ് വേണം, വിദ്യാഭ്യാസം വേണം, ജ്ഞാനം വേണം, ഇതൊക്കെ വേണം. അപ്പോൾ ആധ്യാത്മികത നമ്മൾ സഭയുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കടന്നു പോകണം. സഭയുടെ കഴിഞ്ഞ കാലങ്ങളിൽ സഭയ്ക്കുണ്ടായ അതിശക്തരായ വിശുദ്ധാത്മാക്കൾ അവരെങ്ങനെ ജീവിച്ചു, അതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരെങ്ങനെ വിശുദ്ധരായിട്ട് മാറി, അവരുടെ കരങ്ങളിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികൾ എത്ര ശക്തങ്ങളായിരുന്നു. ഈ പ്രപഞ്ച ശക്തികളെ പോലും നിയന്ത്രിക്കാൻ ശക്തരായ പ്രവാചകന്മാരും വിശുദ്ധാത്മാക്കളും ഉണ്ടായിരുന്നു. മരിച്ചവരെ പോലും ഉയർപ്പിച്ച വിശുദ്ധന്മാർ സഭയിലുണ്ട്. അവരൊക്കെ അങ്ങനെ ആയി തീർന്നുവെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ആധ്യാത്മികത അല്ല അവർ നയിച്ചു പോന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ആ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ആധ്യാത്മികത തേടി അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഒരു ശൈലിയിലേക്ക് ജീവിക്കാൻ നമ്മൾ കടന്നു ചെല്ലാതെ വലിയൊരു ആത്മാഭിഷേകത്തിൽ നമ്മൾ ഉയർന്നു വരത്തില്ല. അതിന് നമുക്ക് പറ്റില്ല. സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ ഒരു താമസനെ പോലെ ജീവിച്ചു. കാട്ടുകിഴങ്ങും കാട്ടുതേനുമൊക്കെ ഭക്ഷിച്ച ആ വലിയ പ്രവാചകൻ ജീവിച്ചത്. എത്രയോ വിശുദ്ധന്മാര് രുചികരമായ ഭക്ഷണം മുൻപിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കളയാനായിട്ട് അതിലേക്ക് ചാരമൊക്കെ ഇട്ട് ഇളക്കി കഴിക്കുമായിരുന്നുവെന്നാണ് പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന ഭക്ഷണത്തിന് അല്പം രുചി കുറയുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കുന്നവരാ, ഭക്ഷണം വേണ്ടെന്ന് വെച്ച് എഴുന്നേറ്റ് പോകുന്നവരാ, അല്ലേ ഭക്ഷണം ഉണ്ടാക്കി തന്ന ജീവിത പങ്കാളിയെ ചീത്ത വിളിക്കുന്നവരാ. ശരിയല്ലേ? ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പഴയ കാലത്തിലേക്കൊരു തിരിച്ചുപോക്ക് അത് എളുപ്പമല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് നടക്കും. വിശുദ്ധന്മാരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യണം. പ്രവാചകന്മാർ നടന്ന വഴി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വഴിയിലൂടെ നടക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് അഭിഷേകം പ്രാപിക്കാൻ സാധിക്കും. ഈ കാലഘട്ടം ഒത്തിരിയേറെ അഭിഷേകത്തിൽ കടന്നു വന്നവരെ തകർത്തു കളഞ്ഞ കാലഘട്ടമാണ്. ആ തകർത്തു കളഞ്ഞത് എന്താണ് എന്നൊന്ന് ചിന്തിച്ചേ. പണം, സ്ത്രീ, മദ്യം, പ്രശസ്തി, അതുകൂടാതെ നമ്മുടെ ജീവിത സൗകര്യങ്ങളുടെ അമിതമായ ഉപയോഗം, ആധുനികതയിലുള്ള അതിൻ്റെ ഉപയോഗമൊക്കെ നമ്മുടെ ആത്മാവിൻ്റെ ശക്തി കെടുത്തിക്കളഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയില്ല. ദൈവാത്മാവിൻ്റെ ആലോചന ചോദിച്ച് നമ്മൾ മുൻപോട്ട് പോയില്ല. നമ്മുടെ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ആലയങ്ങൾ നിർമ്മിക്കുന്നുണ്ട്.
എത്രയെത്ര കോടി രൂപ മുടക്കിയാണ് ആലയങ്ങൾ പണിതുയർത്തുന്നത്. നമ്മളിത് ചിന്തിക്കേണ്ട കാര്യമാണ്. ദരിദ്രരിൽ നിന്ന് മുഖം മറച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയങ്ങള് കോടിക്കണക്കിന് രൂപയ്ക്ക് നമ്മൾ പണിതുയർത്തുമ്പോൾ ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമാണോ എന്ന്, യേശുവിന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മുടക്കുന്ന പണം അത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഉതകുന്ന തരത്തില് ആകാൻ വേണ്ടിയാ നമ്മൾ നോക്കേണ്ടത്. ദൈവത്തിന്റെ വചനം ജനങ്ങളിലേക്ക് എത്തുക, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തുക, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറമായിട്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ഒരുപക്ഷെ അവസാനം നമുക്ക് കെണിയായിട്ട് മാറുകയാണ്. വലിയൊരു ആത്മീയ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തിരിച്ചടികള് ഇത് നമ്മളൊക്കെ തന്നെ വരുത്തി വെച്ച തിരിച്ചടികൾ തന്നെയാണ്. ശരിയല്ലേ? ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന സുഖങ്ങൾ തേടിയുള്ള പോക്ക്, യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവരാജ്യം പണിതുയർത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കില്ല. യേശു നടന്ന വഴി അത് സഹനത്തിന്റെ വഴിയാണ്. സഹനത്തിന്റെ വഴി, കുരിശിന്റെ വഴി, അതാണ് യേശുവിന്റെ വഴി. ആ വഴിയിലൂടെ കടന്നു പോകാതെ ആധ്യാത്മികതയുടെ, അഭിഷേകത്തിന്റെ, കൃപയുടെ ഉയരങ്ങളിലേക്ക് എനിക്കും നിങ്ങൾക്കും വളരുക സാധ്യമല്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം, നമ്മുടെ ചിന്താശൈലി മാറണം. നമുക്ക് ഒരു തിരിച്ചുപോക്കിന് സമയമായിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ പ്രവാചകന്മാർ ജീവിച്ച വഴികളിലേക്ക് തിരിച്ചു പോകണം. സഭയുടെ വിശുദ്ധന്മാരും വിശുദ്ധകളും അവരെങ്ങനെ ജീവിച്ചു, ആ വഴിയിലേക്ക് ഒരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ സമയമായി. കാലത്തിന്റെ അടയാളങ്ങള് നമ്മൾ തിരിച്ചറിയണം. ലോകം നമുക്ക് മുൻപിൽ വെച്ചു നീട്ടുന്ന സുഖങ്ങള്, സന്തോഷങ്ങള്, അത് സാത്താൻ തരുന്ന കെണിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തില് 14-ാം അധ്യായം, ഹെരോദസ് രാജാവിന്റെ വീട്ടില്, കൊട്ടാരത്തില് ഒരു വലിയ വിരുന്നു നടക്കുകയാണ്. ആ വിരുന്നു നടക്കുമ്പോൾ ഹെരോദസിന്റെ ഭാര്യ ഹെരോദിയയുടെ മകൾ ഡാൻസ് കളിച്ചു, നൃത്തം ചെയ്തു. അതിനു മുൻപൊരു സംഭവമുണ്ട്. സ്നാപകൻ ഹെരോദേസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ വച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. ആ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് അതാ. ആ പ്രവാചകന്റെ ദൗത്യം അത് നിറവേറ്റുന്നവരെ കൂച്ചുവിലങ്ങ് ഇടുന്ന ഒരു കാലഘട്ടമായത്. പ്രവാചകന് പറയാനുള്ളത്, ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്ന പ്രവാചകന് പറയാനുള്ള അവസരം കൊടുക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവർ പറയട്ടെ. സ്നാപകൻ പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ വെച്ചുകൊണ്ടിരിക്കുന്ന തെറ്റാണ്, അത് വ്യഭിചാരമാണ്. അത് ഹെരോദസിനും ഇഷ്ടപ്പെട്ടില്ല. ഹെരോദസിന്റെ ഭാര്യ ഹെരോദിയായ്ക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. കൊട്ടാരത്തിൽ നടന്ന ചടങ്ങില്, വിരുന്നില് ഹെരോദിയയുടെ മകള് നൃത്തം ചെയ്തു. വചനം പറയുന്നു, മത്തായി 14:6, ഹെരോദേസിന്റെ ജന്മദിനത്തിൽ ഹെരോദിയയുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. ഉണ്ടോ? അവിടെ രാജാവിന്റെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന വിധം അവൻ നൃത്തം ചെയ്തു.
അവിടെ ശരിക്കും ഒരു സ്ത്രീയാണ് നൃത്തം ചെയ്തത്. ഇവിടെ അവരുടെ നൃത്തം കണ്ടിട്ട് രാജാവ് അടുത്ത് വിളിച്ച് ചോദിക്കുക, നിനക്ക് ചോദിക്കുന്ന എന്തു സമ്മാനവും ഞാൻ നൽകും. അവള് അവളുടെ അമ്മയുടെ അടുക്കൽ ചെന്നു. അവളുടെ അമ്മയും സ്ത്രീയല്ലേ, ആ രണ്ട് സ്ത്രീകൾ തമ്മിൽ ഒന്നിച്ച് ആലോചിക്കുക. അവൾ പറഞ്ഞു കൊടുത്തു, യോഹന്നാന്റെ ശിരസ് വെള്ളി തളികയിൽ വെച്ച് എനിക്ക് വേണം. നമ്മളിത് തിരിച്ചറിയണം. കർത്താവിൻ്റെ വഴികാട്ടിയായിട്ട് വന്ന, വഴിയൊരുക്കാൻ വന്ന സ്നാപകന്റെ ശിരസ് വെട്ടി വെള്ളിത്തളികയിൽ വെച്ച് അവർക്ക് കൊടുക്കുകയാ. നോക്കുക, ധീര രക്തസാക്ഷിയായിട്ട് മാറുകയാ സ്നാപക യോഹന്നാൻ. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയായി തീർന്ന സ്നാപകന്റെ അഭിഷേകമാ ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർക്കുണ്ടാവേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഈ അഭിഷേകമാ ദൈവ ശുശ്രൂഷകർക്ക് ലഭിക്കേണ്ടത്. ഈ ഒരു ആത്മാവിന്റെ പകർച്ചയാ ഈ കാലഘട്ടത്തിൽ എനിക്കും ഉണ്ടാവേണ്ടത്. കർത്താവിന്റെ പുരോഹിതന്മാർക്കും ദൈവവചനം പങ്കുവെക്കുന്നവർക്കൊക്കെ സ്നാപകന്റെ അഭിഷേകമാ ഇന്ന് പകരപ്പെടേണ്ടത്. സത്യം വിളിച്ചു പറയുവാൻ, പലതും ഒഴിവാക്കേണ്ടവരെയും മാറ്റി നിർത്തേണ്ടവരെയും മാറ്റി നിർത്തുവാൻ, ഒരു താപസനെ പോലെ ലോകത്തെ വിട്ട്, ജഡമോഹം വിട്ട് മരുഭൂമിയിൽ ജീവിക്കുന്ന അതേ ഒരു ശൈലിയിൽ ജീവിക്കുന്ന ഒരു ആത്മീയ വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. നമ്മുടെ ശുശ്രൂഷകൾ തകരും, നമ്മുടെ ആത്മീയത തകരും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്നതൊക്കെ കണ്ണു തുറന്ന് കണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രതയിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആത്മാവിൻ്റെ ഒരു അഭിഷേകം പകരാൻ വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ. സ്നാപക യോഹന്നാന് നൽകിയ അതേ ആത്മാവിൻ്റെ അഭിഷേകം എല്ലാ പുരോഹിതന്മാർക്കും, എല്ലാ ദൈവവചന ശുശ്രൂഷർക്കും, ദൈവവേല ചെയ്യുന്ന എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും സ്നാപകന് മേൽ പകരപ്പെട്ട ആ താപസ ജീവിതത്തിൻ്റെ സത്യം വിളിച്ചു പറയുന്ന അതേ ആത്മാവിൻ്റെ അഭിഷേകം, ധീര രക്തസാക്ഷിയാകണമെങ്കിൽ ജീവൻ കൊടുക്കാനുള്ള അതേ ആത്മാഭിഷേകം നൽകണമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ഇറങ്ങി വരണമേ, ആത്മാവേ ഇറങ്ങി വരണമേ. സ്നാപക യോഹന്നാന്റെ മേൽ പകരപ്പെട്ട അതേ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് വേണം. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടത് ഈ അഭിഷേകമാ. അതിനുവേണ്ടി ഞങ്ങൾ നിലവിളിക്കുന്നു. അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ശക്തിയുടെ, സ്നേഹത്തിന്റെ, ആത്മധൈര്യത്തിന്റെ, ധീരതയുടെ ആത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. ആത്മാവിൽ ജ്വലിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ഹല്ലേലൂയ. മോളുടെ പേരെന്താ? ധന്യ. ധന്യ ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ലൈനിൽ നിൽക്കുക, ഈ വടിയൊക്കെ ആയിട്ടല്ലേ. ഞാൻ ചോദിച്ചു, ഈ വടി ഞാനിങ്ങ് മേടിച്ചു, ശരിയല്ലേ? ഇനി ബാക്കി മോള് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ധന്യ തോമസ്. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. എനിക്ക് 4 വർഷം മുമ്പ് ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു, ഫീമർ ഫ്രാക്ചർ, ഈ തൊടയിൽ പൊട്ടിയിട്ട്. ഇപ്പോഴേക്ക് കുറച്ച് ദിവസം, 5 ദിവസമായിട്ടുള്ള എൻ്റെ സർജറി വീണ്ടും നടന്നത്, റോഡ് എടുക്കാനായിട്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞു, ഒരു 3 മാസം ഇത് പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ വീണ്ടും കാലൊറ്റ ട്വിസ്റ്റായി വീണ്ടും തൊടയിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി 3 മാസം കൂടി ഇത് പിടിച്ച് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഭയങ്കര ടെൻഷനായിപ്പോയി. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ സാബു ബ്രദറിൻ്റെ ഇതൊക്കെ പ്രഭാഷണമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കൂടെ. ഞാൻ ഡെയിലി എന്നും 2-3 ഇത് വെച്ച് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് സാബു ബ്രദർ പറഞ്ഞു, ഇതെന്തിനാണ് ഇനി പിടിക്കുന്നത്, അതവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ വെച്ച് നടക്കാൻ തുടങ്ങി. എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ പോലെ നടന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. സാബു ബ്രദറിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ. ഞാൻ ചെയ്ത ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് തൊട്ടിങ്ങനെ, അല്ലേ? കർത്താവിൻ്റെ അത്ഭുതകരമായൊരു സ്പർശനമാണ്. വല്ല ഒടിഞ്ഞ പൊട്ടിയ തൊടയലുകൾ അത് പൂർണ്ണമായിട്ട് കൂടിച്ചേർന്നുള്ള ഈ വടി ഇപ്പോൾ ഉപയോഗിക്കേണ്ട. മോള് നടന്ന് കാണിച്ച്.
കൈയടിച്ചു കത്താനെന്ന് മാത്രപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. സന്തോഷമായില്ലേ? സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. പിടിച്ചേ, പൊക്കി കാണിച്ചേ. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു